നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവിനെക്കുറിച്ച് നീ അറിയണം. മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ നീ പോകേണ്ട കാര്യമില്ല. നിന്നെ ചതിച്ചവരോട്, നിന്നെ അസ്വസ്ഥപ്പെടുത്തിയവരോട്, നിന്നെ ഒറ്റപ്പെടുത്തിയവരോട് നീ തനിച്ച് യുദ്ധം ചെയ്താൽ ഒരു ഫലവും ലഭിക്കില്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 21 വർഷം ലാബാൻ്റെ കീഴിൽ യാക്കോബ് അധ്വാനിച്ചു. തന്നെ ചതിച്ചവനാണെന്നറിഞ്ഞിട്ടും തനിക്ക് വീണ്ടും വീണ്ടും വേതനം കുറയ്ക്കുകയും അധ്വാനം വർദ്ധിപ്പിക്കുകയും ചെയ്ത മകളെ നൽകാമെന്ന് പറഞ്ഞിട്ട് മൂത്ത മകളെ നൽകുകയും പിന്നെയും ഇളയ മകളെ നൽകുന്നതിന് വീണ്ടും ജോലി ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്ത ലാബാൻ്റെ ചതി യാക്കോബ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് യാക്കോബിന് വേണ്ടി യുദ്ധം ചെയ്യുകയും അവനെ മോചിപ്പിക്കുകയും ചെയ്യും. ബൈബിളിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. യുദ്ധമെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത ജോസഫിനെക്കുറിച്ച്. ജോസഫ് സമ്പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോൾ ദൈവം അവന് വേണ്ടി യുദ്ധം ചെയ്യും. നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും.